മൈ ഫാമിലി ബീറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴം കൊണ്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായി 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഉപ്പും വിനെഗറും ചേർത്ത വെള്ളത്തിൽ 10 മിനിറ്റ് മുക്കി വെച്ച ചിക്കനാണിത്. മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങ കൂടി നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസസ് എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരടപ്പ് വെച്ച് ഇത് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ആവി വെള്ളം വരും. ആ സമയത്ത് നമുക്ക് അടപ്പ് മാറ്റി വയ്ക്കാം. ചിക്കൻ നന്നായി സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ മൂടി വെച്ച് വേവിച്ചത്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ പീസസ് തിരിച്ചും മറിച്ചുമായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്കൊരു 1/4 ഭാഗം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. മാംഗോ ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. മാംഗോ ചിക്കൻ റോസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങാപ്പഴം തന്നെയാണ്. ഇവിടെ ഞാൻ 2 മാങ്ങ ചെത്തി പൂളി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. മാംഗോ പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു കടായി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. 2 സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. സവോള വഴലുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരും. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കളർ മാറുന്നത് വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. സവോളയെല്ലാം വഴണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. വീട്ടിൽ തന്നെ പൊടിച്ചിരിക്കുന്ന ഗരം മസാലയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തക്കാളിയെല്ലാം നന്നായി കുക്കായി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസസ് ഉടഞ്ഞു പോകാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം നന്നായി കോട്ടാവുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് റോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ചിക്കൻ ചേർത്ത ഉടനെ തന്നെ നമുക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഫ്രൈ ചെയ്യാതെയാണ് ചിക്കൻ ഇതിലേക്ക് ചേർക്കുന്നതെങ്കിൽ ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയതിനു ശേഷം മാത്രം മാംഗോ പൾപ്പ് ചേർത്താൽ മതിയാവും. നമുക്കിനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാംഗോ പൾപ്പ് എല്ലാ പീസിലും കോട്ടാവുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ പീസസ് ഒന്നും ഉടഞ്ഞു പോകാതെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. മാംഗോ പൾപ്പ് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ മാങ്ങ നന്നായി ഒന്ന് കുക്കാവട്ടെ. ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട്, അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. എങ്ങാനും ഇത് അടി പിടിക്കുവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല, കാരണം ആവശ്യത്തിന് വെള്ളമുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ മാംഗോ നന്നായി വേവേണ്ടതാണ്. ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മാമ്പഴ കുക്കായതിൻ്റെ നല്ലൊരു മണമാണ് ഇവിടെ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിനി തുറന്നു വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണിത്. എരിവും മധുരവും പുളിയും ഒക്കെ ഉള്ളൊരു കറി. നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ കൂടെ നന്നായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിത് പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു തിക്നെസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഗ്രേവിക്ക്. അപ്പത്തിനും ചപ്പാത്തിക്കും മാത്രമല്ല, നമ്മുടെ നെയ്ച്ചോറിനും അടിപൊളി കോമ്പിനേഷനാണ്. മാത്രമല്ല നല്ല ജ്യൂസി ചിക്കനുമാണ്. നമ്മുടെ മാംഗോ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏറ്റവും അവസാനം നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ കറി സെർവ് ചെയ്യുന്നതിന് 1-2 മണിക്കൂർ മുമ്പേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും എരിവും മധുരവും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മാംഗോ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് മൂടി വയ്ക്കാൻ പോവുകയാണ്. ഒരു 2-3 മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ മാംഗോ ചിക്കൻ റോസ്റ്റ് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.